ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഹയർ ചോളികൾക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. എന്തിനാ സന്തോഷിക്കുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ അയ്യൂബ് ഖാൻ്റെ എല്ലാവർക്കും സന്തോഷം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നമ്മളുടെ കമ്പനി നിയമപരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരേക്കും കമ്പനിയുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇനിയിപ്പോൾ ശ്രീനാഥ് പ്രതാപിൻ്റെ ഒരു ലൈവ് വരാൻ സാധ്യതയുണ്ട്. താങ്ക് യു സോ മച്ച് എന്നാലും പറയില്ല. ബില്യണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ അനിലൊക്കെ ഇവിടെ കളക്കാൻ പറഞ്ഞിട്ടും കണ്ണടച്ചേട്ടാ നിങ്ങളുടെ അഡ്രസ്സ് എൻ്റെ അടിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11:15 കൂട്ടി കാര്യങ്ങളൊക്കെ തീർന്നതാണ്. പക്ഷേ ഇവന്മാർക്ക് എത്താൻ വേണ്ടിയിട്ട് ഉച്ചക്ക് 3 മണിക്കാണ് ഇവന്മാരെ തെറ്റിദ്ധരിപ്പിച്ചത്. കേസ് ഡിസ്പോസ് ആയി എന്നും ഡിസ്പോസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാദം എന്ന് പറയുന്നത് തള്ളിക്കളഞ്ഞു. കേസ് തീർന്നു, നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു തന്നെയല്ലേ അർത്ഥം. അപ്പോൾ ഇവന്മാരുടെ വിചാരം തള്ളിക്കളഞ്ഞു, നീക്കം ചെയ്തു, കുഴിച്ചിട്ടു എന്നൊക്കെയാണ് ചില ഡാഷുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിട്ട് വായിച്ചവർക്ക് മനസ്സിലാവും എന്തായിരുന്നു വത്സൻ സാറുടെ ആവശ്യമെന്ന്. അപ്പോൾ CBI അന്വേഷണമാണ് ആവശ്യമെങ്കിൽ CBI അന്വേഷിക്കുന്നുണ്ട്, സമാന്തര അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു കേസിലേക്ക് നമുക്ക് കക്ഷി ചേരാമായിരുന്നു. എന്നാൽ നമ്മുടെ അല്ലെങ്കിൽ വത്സൻ സാറുടെ ആവശ്യം എന്ന് പറയുന്നത് അതായിരുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ നമ്മുടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെണ്ടികളൊക്കെ നമ്മളെ ഒരു ടീമായിട്ടാണ് കണക്കാക്കുന്നത്. നെഗറ്റീവ് ആൾക്കാർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്ന് പറയാം. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നവരെ നെഗറ്റീവ് ആൾക്കാർ എന്നാണ് പറയുന്നത്. മണീച്ചിനെതിരെ സംസാരിക്കുന്ന, ഇതുപോലെയുള്ള തട്ടിപ്പുകൾക്കെതിരെ, പാവങ്ങളുടെ കഫം തിന്നുന്നവരെക്കെതിരെ ഒക്കെ സംസാരിക്കുന്നവരെ നെഗറ്റീവ് ആൾക്കാർ എന്നാണ് പറയുന്നത്. കഫം തിന്നുന്നവർ നല്ലവർ, മണീച്ചയും ചെയ്യുന്നവർ നല്ലവർ. അങ്ങനെയുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാർക്ക് എന്താണെങ്കിലും അവർക്ക് വിചാരിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെയാണെങ്കിൽ ആ CBIയുടെ കേസിൽ, വെച്ചു കുര്യൻ സാറുടെ കേസിൽ കക്ഷി ചേരാമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെയുള്ള ആവശ്യം എന്ന് പറയുന്നത് 12 ജില്ലാ പോലീസ് മേധാവികൾക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ ജില്ലയിലെ പ്രമുഖന്മാരായ കോടിക്കണക്കിന് പാവങ്ങളുടെ കഫം തിന്ന് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അത്തരം ആൾക്കാർക്കെതിരെ കേസെടുക്കണം, ബഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 18 പ്രകാരം കേസെടുക്കണം എന്നുള്ള ഒരു റിട്ടായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിരവധി എല്ലാ SP കൊടുത്ത പരാതിയുടെ കോപ്പി, അപ്പോൾ അവിടുന്ന് കിട്ടിയിരിക്കുന്ന റെസീറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു റിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതിൻ്റെ ഇത്രയും 12 പോലീസ് മേധാവികൾ അത് എടുക്കുന്നുള്ള റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും ലഭിച്ചിരുന്നില്ല. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ലഭിച്ചിരുന്നില്ല. വെറും ഒരാഴ്ച കഴിഞ്ഞ 3-ാം തീയതി ആയിരുന്നു ഈ കേസ് മാറ്റിയിരുന്നത്. അപ്പോൾ പിന്നീട് ഓണം അവധിയായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിരുന്നു. അത് പോലീസ് ചീഫിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബാബു സാറ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഇത് പറഞ്ഞു, ഈ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഇവരുടെ തട്ടിപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണോ അതിൽ നടപടിയെടുക്കണം എന്നുള്ള അത് പോലീസ് ചീഫിനെ നിർദ്ദേശിച്ചുകൊണ്ട് ആ കേസ് തീർപ്പാക്കി. അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ലൈവായി കണ്ടവർക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഇവർ വിചാരിക്കുന്നത് ഡിസ്പോസ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളഞ്ഞു,
ഇനി എന്നിട്ട് ഇവർ എടുത്തിട്ട് ആഘോഷിക്കുന്നത് പണ്ട് 2023 സെപ്റ്റംബർ 5 ഒരു കേസ് ഡിസ്പോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കേസ് ഡിസ്പോസ് ആക്കിയിട്ട് നേരെ പറഞ്ഞിരുന്നത് തൃശ്ശൂർ ചേർപ്പ് പോലീസിനോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ആ കേസ് ഡിസ്പോസ് ആക്കിയത്. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കുകയും പോലീസ് അന്വേഷിച്ചതിന് പ്രകാരം അത് പിന്നെ ബഡ്സ് അതോറിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും എന്നിട്ട് ഈ കമ്പനി പൂട്ടിക്കെട്ടുകയും ഒക്കെ ചെയ്തൊരു കാര്യമുണ്ട്. ബൈബിളിലാണോ അല്ലെങ്കിൽ വേറെ ആരോ ആണോ ഏതോ പ്രമുഖം പറഞ്ഞിട്ടുണ്ട്, നീക്കിയിട്ടിരിക്കുന്ന കല്ല് മൂലക്കായില്ലായി മാറും എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ അത് ഒഴിവാക്കിയിരുന്ന കേസായിരുന്നു. അങ്ങനെ ഈ കേസ് ഏറ്റവും വലിയ കേസായി മാറി. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. സഫ്വാൻ വൺ ടൈം വോയിസ് ഇട്ടതാണെങ്കിലും അത് പബ്ലിക് കേൾക്കും എന്നുള്ളതാണ്. ആരാണോ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വൺ ടൈം വോയിസ് ഇടുന്നത് അത് കേൾക്കേണ്ടവർ എല്ലാവരും തന്നെ കേൾക്കുമെന്നുള്ള മറ്റൊരു സത്യം കൂടിയുണ്ട്. അതിനെ നമുക്ക് ബൈബിളിലാണോ വേറെ എവിടെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്താണ്, ചെവിയിൽ മന്ത്രിച്ചത് പൊരപ്പുറം കേൾക്കുന്ന പോലെയാണ്. ഇവന്മാരുടെ ഗ്രൂപ്പിൽ സ്വകാര്യമായിട്ട് വൺ ടൈം ഇട്ടതൊക്കെ പൊരപ്പുറം കേൾക്കുന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഏത് കേസിനെയാണോ ഏത് സമയത്താണോ, ഇതിപ്പോൾ നമ്മൾ പറയില്ലേ കാര്യം സാധിച്ചിട്ട് പൂത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ, ആ ഒരു കേസ് വരുന്ന സമയത്ത് ജിനൽ ജോസഫെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു നമ്മുടെ MD സാർ. അപ്പോൾ MD സാർക്ക് പിന്നെ ഇങ്ങനെ വക്കീലന്മാർക്ക് പൈസ കൊടുക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴെങ്കിലും പൂട്ടിയാൽ മതി, കമ്പനി എപ്പോഴാണെങ്കിലും പൂട്ടിക്കെട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ഉണ്ടാക്കേണ്ടതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ കടത്തേണ്ടതൊക്കെ നമ്മൾ കടത്തിയിട്ടുണ്ട്, ഇനി ഇതൊന്ന് പൂട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു പ്രതാപനും ശ്രീനിയും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ തടയിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ബഡ്സ് കോടതിയിലെ ഡിസ്പോസ് ആക്കിയ കേസ് ഒരു കമ്പനിയെ തന്നെ കേസ് കൊണ്ട് മൂടാനുണ്ടായിരുന്ന കാരണമൊക്കെ. അപ്പോൾ നമുക്ക് ഇതാണ് സംഭവിച്ചത്. ഇതിലെന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് നമുക്കറിയില്ലപ്പാ. അപ്പോൾ ജഡ്ജ്മെൻ്റ് ഇനിയും വരാനുണ്ട് അത്രേ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലും കുറച്ച് ആൾക്കാർക്കൊക്കെ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ പക്ഷെ ഇതൊന്നും അറിയാതെ സന്തോഷിക്കുന്ന, ഇത് ഇത്രയും ആയിട്ട് മണീച്ചനല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ? സത്യമല്ലേ? ഇത്രയൊക്കെ ആയിട്ടും ഇത് മണീച്ചനല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊക്കെയാണ് ഒരു സന്തോഷത്തിൻ്റെ, സ്വപ്നം കാണാനൊക്കെയുള്ള അധികാരവും ഉണ്ടല്ലോ അല്ലേ? മണീച്ചനാണ് മറ്റുള്ള പാവങ്ങളുടെ കഫം തൂന്നിട്ടാണ് ജീവിക്കുന്നതെങ്കിലും സ്വപ്നം കാണാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഇവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.